ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് നൽകുന്ന ദുബായിലെ ഒരു അട്രാക്ഷനായ പോയിന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന പോയിന്റിയുടെ കുറച്ച് കാഴ്ചകളാണ്. അപ്പൊ ഞാൻ നിങ്ങളെയും വിളിക്കുകയാണ് ആ കാഴ്ചകൾ കാണാൻ. അപ്പൊ നമ്മൾ കണ്ടാലോ. ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് പാം ജുമേരയിലെ ദി പോയിന്റിലോട്ടാണ്. ഷാർജയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ ദി പോയിന്റിലോട്ട് എത്താൻ. ലൊക്കേഷൻ മാപ്പ് ഗൂഗിളിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എൻട്രി ഫീസൊന്നും ഇല്ല. നിങ്ങൾ ഷാർജയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അൽക്കയിൽ റോഡ് എടുത്ത് വരുവാണെങ്കിൽ സാലിക്കൊന്നും ഇല്ലാതെ വരാൻ പറ്റും കേട്ടോ. നമ്മളിതേ പാർക്കിങ്ങിലോട്ട് കയറുകയാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട് കേട്ടോ. 1 അവറിന് അവർ 20 ദിറംസ് ആട്ടോ ചാർജ് ഈടാക്കുന്നത്. 1 അവർ കഴിഞ്ഞാൽ ഓരോ അവേഴ്സിനും എക്സ്ട്രാ 10 ദിറംസ് നമ്മളിൽ നിന്ന് അവർ ഈടാക്കും കേട്ടോ. എന്നിരുന്നാലും 100 ദിറംസിന് പർച്ചേസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 അവേഴ്സ് ഫ്രീ പാർക്കിംഗ് കിട്ടും കേട്ടോ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ കഫേസും പിന്നെ കുട്ടികളുടെ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത ബില്ല് കാണിച്ചാലും മതി കേട്ടോ ആ 3 അവേഴ്സ് ഫ്രീ കിട്ടാൻ വേണ്ടി. നമ്മൾ പോയിന്റിലെത്തി. അപ്പം നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നത് വാട്ടർ ഫൗണ്ടൻ ആണ്. അപ്പം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മുകളിലൂടെ ഒരു മോണോ റെയിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ചാർജസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഒന്ന് നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല ഭംഗിയാട്ടോ. അപ്പ് സൈഡിൽ കൂടെ അറ്റ്ലാന്റിലോട്ടാണ് ആ മോണോ റെയിൽ പോകുന്നത്. അറ്റ്ലാന്റിസ് ഇവിടുത്തെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാട്ടോ. അങ്ങോട്ടാണ് ഈ മോണോ റെയിൽ പോകുന്നത്. ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ബീച്ചിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്ലാന്റിസ് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ മാത്രമല്ല നല്ല അടിപൊളി ബീച്ച് തന്നെയാണിത്. പിന്നെ ബീച്ചിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഷവർ റൂമൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ 6 മണി സമയമൊക്കെ ആയി. അപ്പോൾ നല്ല സൺസെറ്റിന്റെ വ്യൂ നല്ല നിങ്ങളെ കാണിച്ചിട്ട് നോക്കി. വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് നല്ല ഭംഗി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സൺസെറ്റൊക്കെ ആയപ്പോൾ നല്ല തണുത്ത കാറ്റ് വന്ന് ചൂടൊക്കെ കുറഞ്ഞു. പിന്നെ 7 മണിക്ക് വാട്ടർ ഫൗണ്ടൻ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. വാട്ടർ ഫൗണ്ടൻ കാണുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഒരു ഷോ 3 മിനിറ്റ് ആണ്. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് തന്നെ കാണാനാണ് ഭംഗി. വേൾഡ് ഗിന്നസ് റെക്കോർഡ് അച്ചീവ് ചെയ്തൊരു വാട്ടർ ഫൗണ്ടനും കൂടി ആട്ടോ ഇത്. ദി പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം പാം ജുമേര എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ വേൾഡ് ലാർജസ്റ്റ് മാൻമെയ്ഡ് ഐലൻഡ് ആട്ടോ ഇത്. ഈ ഐലൻഡിൻ്റെ ഒരു ടിപ്പിലായിട്ടാണ് നമ്മുടെ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് പോയിന്റ് എന്ന് പേര് വരാൻ കാര്യം കേട്ടോ. ഇത് 7 മണിക്കത്തെ ഷോ ആട്ടോ. അപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഭംഗി. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ചുറ്റി കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഷോ കാണാൻ പോവാട്ടോ. വേണ്ടി ഞാൻ അപ്സ്റ്റെയറിൽ വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ 2 സൈഡും കഫേസും റെസ്റ്റോറൻറ്റും ആട്ടോ. അപ്പോൾ ദൂരമായിട്ട് നോക്കുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ആ ഒരു വ്യൂ ആട്ടോ. ലൈറ്റോടുകൂടി കാണാൻ വേണ്ടി നല്ല ഭംഗിയാട്ടോ. വാട്ടർ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. വാട്ടർ ഫൗണ്ടൻ്റെ ആ മ്യൂസിക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാൻ പോവാട്ടോ, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. ആ സെയിം മ്യൂസിക്കിൽ കാണുമ്പോൾ കുറച്ചും കൂടി അമേസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആട്ടോ.
അപ്പോൾ രാത്രിത്തെ വ്യൂ ആട്ടോ ഇത്. ലൈറ്റൊക്കെ വന്നപ്പോൾ പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ വേണ്ടി. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ അതേ കുട്ടികളുടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ പോയിന്റിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ പിസ്സ ഹട്ടിൽ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ബില്ല് കാണിച്ചാൽ നമുക്ക് ആ പാർക്കിങ്ങിലും ഒരു ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. പോയിന്റ് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആക്കില്ല. അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.